മാഡം ഇല്ലേ? ഉണ്ട്. നിങ്ങൾ അകത്തേക്ക് കയറ്. ഞാൻ മാമിനെ വിളിച്ചോണ്ട് വരാം. വാ. മാം, മാം, സുനന്ദയും ആ പെൺകുട്ടിയും വന്നിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടു മാം. ഗാഥ മാഡമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ആ വ്യത്യാസമില്ലായ്മ തന്നെയാണ് അവളുടെ അമ്മ ചെയ്ത പാപം. അതിനുള്ള ശിക്ഷ ഞാൻ ആരംഭിക്കാൻ പോകുന്നത് അവളിലൂടെ തന്നെയാ. വാ. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇരിക്കായിരുന്നില്ലേ? കുഴപ്പമില്ല മാഡം. കുട്ടി വാ, ഇരിക്കൂ. വരൂ. ഓ വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ഒരാളെ പോലെ ലോകത്ത് 7 പേരുണ്ടെന്നൊക്കെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്റെ ഗാഥമോളുടെ അതേ ഛായ തന്നെ നിനക്ക്. അതുകൊണ്ടാ നിന്നോട് എനിക്ക് വാത്സല്യം തോന്നിയത്. അമ്മയുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. മാഡം, എന്റെ മകള് കരയുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ അതേ രൂപത്തിലുള്ള നിന്റെ കണ്ണുകൾ നിറയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടായി സഹായം. വലിയ ഉപകാരം മാഡം. തങ്കേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ. മാഡത്തിന് ഇങ്ങനൊരു മനസ്സ് തോന്നിയത് എന്റെ അമ്മയുടെ ഭാഗ്യാണ്. ഇതിന് പകരമായി മാഡം എന്ത് പറഞ്ഞാലും ഞാനതനുസരിച്ചിരിക്കും. എന്ത് ജോലി ഞാൻ ചെയ്യും മാഡം. ജോലി ചെയ്ത് ഞാൻ ഈ കടം വീട്ടിക്കോളാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ സഹായം ചെയ്യുന്നത് നമ്മൾ 4 പേരും പിന്നെ ആ സുനന്ദയുടെ ഭർത്താവും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അമ്മയോട് പോലും കുട്ടി ഇത് പറയാൻ നിൽക്കണ്ട. ഇല്ല മാഡം. ഇനിയുള്ളൊരു കാര്യം അല്പം രഹസ്യമായിട്ട് കുട്ടിയോട് മാത്രം പറയാനുള്ളതാ. കുട്ടി വരൂ. ചെല്ലു മോളെ. ആ കുട്ടിയുടെ ഭാഗ്യം. മാം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ അപൂർവം.